Rabia and I'm currently doing my 4th year BSc Nursing at Mangalore. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആഫ്റ്റർ എ ലോങ് ബ്രേക്കാണ് ഞാൻ യൂട്യൂബിലൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് വാട്ട് വെരി യൂസ്ഫുൾ വീഡിയോ. എനിക്ക് കുറച്ച് DMs ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു ഹോസ്റ്റൽ എസെൻഷ്യൽസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. ആക്ച്വലി ഇന്ന് ലാസ്റ്റ് ടൈം ഈ അഡ്മിഷൻ ടൈമൊക്കെ ആയപ്പോൾ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഡ്യൂ ടു സം ടെക്നിക്കൽ ഇഷ്യൂസ് എനിക്കത് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. സോ വിത്ത് ദ സെയിം ഡയറി വിത്ത് ദ സെയിം സ്റ്റഫ്സ് ഞാൻ വീണ്ടും തിരിച്ചു വന്നേക്കാണ്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് എസെൻഷ്യൽ തിങ്സ് എന്തൊക്കെയാണ് ഹോസ്റ്റലിൽ പോകുമ്പോൾ കരുതണ്ടേ എന്നുള്ളത്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ദിസ് വീഡിയോ വിൽ ബി യൂസ്ഫുൾ ടു യു ഗൈസ്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് കണ്ടുനോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ എസെൻഷ്യൽ തിങ്സ് ആയിരിക്കില്ല നിങ്ങളുടെ എസെൻഷ്യൽ തിങ്സ്. കാരണം എൻ്റെ നീഡ്സ് അനുസരിച്ചുള്ള കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടാണ് ഞാൻ ഹോസ്റ്റലിലോട്ട് പോയത്. പിന്നെ ആക്ച്വലി എനിക്ക് മനസ്സിലായി അത്ര അധികം സാധനങ്ങളുടെ ആവശ്യം അവിടെ വരുന്നില്ല. സാധനം ആവശ്യമുണ്ട്. കറൻ്റ്ലി എൻ്റെ 4th ഇയർ വരെയുള്ള സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടാണ് പോയത്. നമുക്ക് വേണ്ട സാധനങ്ങൾ, അത്ര സാധനങ്ങളുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട്. പക്ഷേ അതെല്ലാം സ്റ്റേഷനറി ഐറ്റംസ് ആണ്. അത് നമുക്ക് അവിടെ അടുത്തുള്ള സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ ഇത്ര വെയിറ്റ് ചുമന്നുകൊണ്ട് നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങളുടെ പേഴ്സണൽ നീഡ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് ബക്കറ്റ് ലിസ്റ്റ് ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ. കാരണം ഞാൻ പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് വേണ്ട സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സാധനങ്ങൾ ഓരോന്നും 1 by 1 നമുക്ക് കാണാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ പേഴ്സണൽ ഹൈജീനിക് തിങ്സ് ആണ് കേട്ടോ. അതിപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ഹോസ്റ്റലിലോട്ടാണ് പോകുന്നത്. ഇത്ര നാളുമുള്ള കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ മാറി നമ്മൾ പുതിയൊരു എൻവിറോൺമെൻറ്റിലോട്ടാണ് പോകുന്നത്. ലൈക്ക് ആർക്കും അത്ര പരിചയം ഉണ്ടാവില്ല. ഫ്രണ്ട്സായിട്ട് താമസിക്കുക അതൊക്കെ ഓർക്കുമ്പം ഭയങ്കര ഗ്രേറ്റാന്ന് ഓർക്കും. ബട്ട് അത് അത്ര ഈസി സംഭവമല്ല. നമ്മളൊരു നീണ്ടൊരു 17-18 വർഷം വീട്ടുകാരുടെ ഒപ്പം നിന്ന് ഡേ സ്കോളറായിട്ട് പോയിട്ട് വരുമ്പം നമുക്ക് അധികം സാധനങ്ങളുടെ ആവശ്യമില്ല. എന്തുണ്ടെങ്കിലും കയ്യെത്തും ദൂരത്തുണ്ട്. പക്ഷേ ഇനിയുള്ള ലൈഫ് അങ്ങനെയല്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ പർച്ചേസ് ചെയ്യണം. നമുക്കൊന്നും കൂടെ നമ്മളെ ലൈഫ് എന്താണെന്ന് പഠിക്കുന്ന സ്റ്റേജിലോട്ട് എത്തുകയാണ്. സോ നമ്മളെപ്പോഴും ഒരു ഓർഗനൈസ്ഡ് ആയിരിക്കണം. എന്ത് സാധനങ്ങൾ വാങ്ങാനാണെങ്കിലും പൈസ യൂട്ടിലൈസ് ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മളൊന്നും കൂടെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിരിക്കണം. ഫസ്റ്റ് നമുക്ക് വേണ്ട പേഴ്സണൽ ഹൈജീനിക് തിങ്സ്. ഞാൻ ഇടയ്ക്ക് ടോപ്പിക്കിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് പേഴ്സണൽ ഹൈജീനിക് തിങ്സ് ആണ്. പേഴ്സണൽ ഹൈജീനിക് തിങ്സിൽ വരുന്നതാണ് നമ്മുടെ സോപ്പ്, ബക്കറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. കാരണം ഹോസ്റ്റലിൽ നിന്ന് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്റ്റൽസ് ഉണ്ടാവും. എൻ്റെ ഹോസ്റ്റലിൽ ബക്കറ്റ്, കപ്പ് അതൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബക്കറ്റ് ആൻഡ് കപ്പ് കൊണ്ടൊക്കെയാണ് പോയത്. ചുരുങ്ങിയതൊരു 2 ബക്കറ്റും ഒരു കപ്പും വേണം. കാരണം നമുക്ക് വാഷ് ചെയ്യണമെങ്കിൽ കൂടിയും ഒരു 2 ബക്കറ്റിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുണ്ട്. പിന്നെ സോപ്പ്, ഷേവിങ് സെറ്റ്, നമുക്ക് വേണ്ട പേഴ്സണൽ തിങ്സ് ഉണ്ടല്ലോ. ആസ് എ ഗേൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യമെന്നുള്ളത് എന്നിലുപരി നിങ്ങൾക്കറിയാം. അതേപോലത്തെ സംഭവമൊക്കെ കൊണ്ടുപോകണം. ലൂഫ, ഷാംപൂ, കണ്ടീഷണർ, ദെൻ വരുന്നത് കപ്പ്, ദെൻ എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ വാഷിംഗ് ബ്രഷ് ഉണ്ടല്ലോ. നമ്മൾ ഇപ്പം നഴ്സിംഗ് ആണ് ഞാൻ പഠിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഏപ്രോൺസ് ഉണ്ട്, വൈറ്റ് ഏപ്രോൺസ് ഉണ്ട്. അപ്പം അത് സ്ക്രബ് ചെയ്യാൻ വേണ്ടി കോളർ ടൈപ്പിലും അവിടെയൊക്കെ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാനൊരു വാഷിംഗ് ബ്രഷ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. പിന്നെ കംഫോർട്ട്, മഴക്കാലം ആകുമ്പോഴത്തേക്കും ഇത് ഉണങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കംഫോർട്ട് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. കംഫോർട്ട് കൊണ്ടുപോകണം. ഇതൊക്കെയാണ് ബാത്റൂം എസെൻഷ്യൽ സ്റ്റഫ്സ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. പിന്നെ പല ആൾക്കാർ യൂസ് ചെയ്യുന്ന വാഷ്റൂമാണ് ഇഫ് യു ഹാവ് എ ടോയ്ലറ്റ് സാനിറ്ററി സ്പ്രേസ് ഉണ്ടല്ലോ, അത് അവൈലബിൾ ആണ്. ടോയ്ലറ്റ് സീറ്റ്സിലൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്തിട്ടിരിക്കാൻ. സോ അതേപോലത്തെ ഒരെണ്ണം കരുതുന്നത് നല്ലതായിരിക്കും. ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് ദാറ്റ് ഇറ്റ്സ് ഫൈൻ. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അതൊക്കെയാണ് ടോയ്ലറ്റ് എസെൻഷ്യൽസിൽ വേണ്ടത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ബ്രഷ്, പേസ്റ്റ്, ഫേസ് വാഷസ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കരുതണം കേട്ടോ. ആഫ്റ്റർ വാഷിംഗ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ക്ലോത്ത് ക്ലിപ്പ് കേട്ടോ. ഈ ക്ലോത്ത് ക്ലിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ വിരിച്ചിടുമ്പം ആ സാധനം നിലത്ത് ചാടി പോകാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. പിന്നെ ഹാങ്ങേഴ്സ് വേണം. നമുക്കൊന്ന് മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് വേറെ പാറാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാൻ വേണ്ടി ഹാങ്ങേഴ്സ് വേണം. ദെൻ
റോപ്പ് ഉണ്ടല്ലോ, നമ്മൾ അഴ ഒരെണ്ണം ഒരു റോപ്പ് എന്തായാലും കയ്യെ കരുതണം. കാരണം ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല, സീനിയേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള റോപ്പായിരിക്കും, അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പാടുണ്ടാവില്ല. സോ അപ്പോൾ വേറൊരു റോപ്പ് കൂടി കയ്യിൽ കരുതുന്നത് നല്ലതാണ്. നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് അത് നമുക്ക് കെട്ടിയിട്ട് യൂസ് ചെയ്യാമല്ലോ. ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ട സംഭവങ്ങൾ. ഇനി കമ്മിങ് ടു ദ അക്കാഡമിക്സിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇഫ് യു ആർ എ നഴ്സിംഗ് സ്റ്റുഡൻറ്റ്, ഞാൻ എടുത്ത് പറയാണ്, നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ മിനിമം ഒരു 2 ബണ്ടിൽ അല്ലെങ്കിൽ ഒരു ബണ്ടിലെങ്കിലും A4 ഷീറ്റ്സ് കയ്യിൽ കരുതണം. കാരണം നിങ്ങൾക്ക് ഒരുപാടുണ്ട് എഴുതാനായിട്ട് കുറേ സംഭവങ്ങളുണ്ട്. അപ്പം അത് എഴുതാൻ വേണ്ടി A4 ഷീറ്റ്സ് മസ്റ്റ് ഹാവ് സാധനമാണ്. അത് കയ്യിൽ എന്തായാലും കരുതണം. A4 ഷീറ്റിലാണ് നമ്മുടെ ലൈഫിൽ വേറെ ഒരു പരിപാടിയില്ല. ടിൽ കംപ്ലീറ്റിംഗ് യുവർ 4 years നമുക്ക് വേണ്ട ഒന്നാണ് A4 ഷീറ്റ്. പിന്നെ പെൻ, യൂഷ്വൽ നോട്ട്ബുക്സ് ഉണ്ടല്ലോ, കുറച്ച് കട്ടിയുള്ള നോട്ട്ബുക്സ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം നോട്ട്സ് എപ്പോഴും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു കട്ടിയുള്ള ഒരു 2 നോട്ട്ബുക്കൊക്കെ കൊണ്ടുപോയാൽ മതി. അതിൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, അടുത്തൊക്കെ എന്തായാലും സ്റ്റേഷനറി ഷോപ്സ് ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് ഇപ്പം നമുക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ അങ്ങോട്ടൊന്നും ചിലപ്പോൾ പാസ്സൊന്നും ഉണ്ടാവില്ല, പുറത്തോട്ടൊന്നും പോകാൻ. അതുവരെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഐറ്റംസ് നമ്മൾ കയ്യെ കരുതിയാൽ മതി. അപ്പം എന്തിനാ ഇത്ര അധികം വെയിറ്റൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നത്? സോ ഒരു കട്ടിയുള്ള വലിയൊരു നോട്ട്ബുക്ക് വാങ്ങാൻ കിട്ടും. അങ്ങനത്തെ 2 നോട്ട്ബുക്സ് കരുതുക. പിന്നെ ടിപ്പിക്കൽ സ്റ്റേഷനറി തിങ്സ് ഉണ്ടല്ലോ, പെൻസിൽ, റേസർ, ഷാർപ്നർ, സ്കെയിൽ. ഒരു വലിയ സ്കെയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വളരെ നല്ലതായിരിക്കും. 30 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിൽ. അതായത് നമുക്ക് A4 ഷീറ്റ് ലൈൻ ചെയ്യണമല്ലോ, അപ്പോൾ ലൈൻ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഒരു വലിയ സ്കെയിലാണ്. പിന്നെ സ്റ്റെൻസിൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതായത് നമ്മൾ കെയർ പ്ലാൻ, അസൈൻമെൻറ്റ്സ് ഇതൊക്കെ എഴുതുമ്പോൾ ഫ്രണ്ട് പേജിൽ നമുക്ക് എഴുതാനായിട്ട് സ്റ്റെൻസിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഞാൻ എവിടെയെങ്കിലും ഫോട്ടോ ആഡ് ചെയ്യാം. അപ്പം ആ സാധനം ഒരെണ്ണം വാങ്ങിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ കളർ പെൻസ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കൂടുതൽ സജസ്റ്റ് ചെയ്യുക, റാദർ ദാൻ സ്കെച്ച് പെൻസ്. കാരണം ഈ എല്ലാ സംഭവവും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് ഇയർ എൻഡ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇയർ എൻഡ് ബാച്ച് ആയിരുന്നു. ഇഫ് യു ആർ എ സെം സ്റ്റുഡൻറ്റ് ഓൾസോ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ടൈം ആകുമ്പം ഇതെല്ലാം കൂടെ ബൈൻഡ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ സ്കെച്ച് പെൻ നമ്മൾക്ക് ഒരു അക്കാഡമിക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എഴുതിയ സാധനമായിരിക്കാം. അപ്പോൾ ഈ സ്കെച്ച് പെൻസൊക്കെ ആകുമ്പോഴത്തേക്കും മഴയത്തോ വെള്ളം ചാടിയാലോ ഒക്കെ ഒന്ന് സ്പ്രെഡ് ആവാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. അപ്പോൾ കളർ പെൻസ് ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ കളർ പെൻസ് ഒരെണ്ണം കരുതുക. പിന്നെ സ്റ്റേപ്ലെയർസ് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റേപ്ലെയർ എന്ന് പറഞ്ഞ സാധനം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് എഴുതാറുണ്ട്. ആ എഴുതുന്ന സാധനം എല്ലാം നമ്മൾ പിന്നീട് കീപ്പപ്പ് ചെയ്യണം. ഒരു വലിയ സ്റ്റേപ്ലെയർ വാങ്ങുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം നമുക്ക് അത്യാവശ്യം കട്ടി ഉണ്ടാവും ചില സംഭവങ്ങൾ എഴുതുമ്പം. അപ്പോൾ അതൊന്നും ചെറിയ സ്റ്റേപ്ലെയർ പിന്നിൽ കയറില്ല. സോ വലിയ സ്റ്റേപ്ലെയർ ഒരെണ്ണം കരുതുക. ദെൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പേപ്പർ ഹോൾഡേഴ്സ് ഇല്ലേ, ഇങ്ങനെ വെക്കുന്ന വെയിറ്റ്, അത് കരുതാൻ ഞാനത് കൊണ്ടുപോയിരുന്നു. ടിൽ നൗ എനിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ടേബിൾ ലാമ്പ് ഒരെണ്ണം കരുതുക. ഇൻ കേസ് ഹോസ്റ്റലിൽ കറണ്ടൊക്കെ പോയാൽ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ടേബിൾ ലാമ്പ് എന്ന് പറയുന്നത്. കറണ്ട് പോയാലോ, അല്ലെങ്കിൽ നമ്മുടെ റൂംമേറ്റ്സ് ഇപ്പം നൈറ്റ് കിടന്ന് ഉറങ്ങുകയാണ്, നമുക്കിതിന് പഠിക്കണം, നമ്മൾ നൈറ്റ് പഠിക്കുന്ന ആൾക്കാരാണ്, ഡേ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ടേബിൾ ലൈറ്റ് ഭയങ്കര നല്ലതായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും ഈ ടേബിൾ ലൈറ്റ് കൊണ്ടുപോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊന്നാണ് ഫയൽ എന്ന് പറയുന്നത്. ഈ എഴുതി വെച്ച അസൈൻമെൻറ്റ്സ് നമുക്ക് ത്രൂ ഔട്ട് ദ ഇയർ കീപ്പപ്പ് ചെയ്യണം. അപ്പോൾ ഒരു ഫയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫയൽ ഇല്ലെങ്കിൽ സാധനം മിസ് ചെയ്ത് നമ്മൾ വീണ്ടും എഴുതേണ്ടി വരും. അതുകൊണ്ട് ഒരു ഫയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് യു നീഡ് എ ഫെവിക്കോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം നമുക്ക് പിന്നെ അതൊന്നും ഫസ്റ്റ് സ്റ്റേജിൽ നമുക്കൊന്നും ആവശ്യം വരില്ല. ഇഫ് യു ആർ എ നഴ്സിംഗ് സ്റ്റുഡൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഒന്നും ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ആവശ്യം വരില്ല. കുറച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാവുക. അപ്പോൾ ഒരു ഫെവിക്കോൾ കരുതി വെക്കുന്നത് നല്ലതാണ്. അത്യാവശ്യം ഒരു വലിയൊരു ബോട്ടിൽ മേടിച്ച് വെക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ദ ഇയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ഫെവിക്കോൾ കരുതി തരിക. പിന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന ഒരു ഹാങ്ങേഴ്സ് ഉണ്ടല്ലോ, അത് ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം തൂക്കിയിടാനോ ID കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്തിടാൻ ഇറ്റ് വിൽ ബി സോ യൂസ്ഫുൾ. ഇനിയാണ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്,
നമ്മളെല്ലാവരും വെള്ളം കുടിക്കുന്നത് വളരെ കുറവായിരിക്കും. അത് ഞാൻ പറയാം, വെള്ളം കുടിക്കുന്നത് വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് പിന്നെ വീട്ടിൽ നിന്ന് മാറി നിന്നു ഹോസ്റ്റലിലുമായി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അപ്പം ഇങ്ങനെ വെള്ളം കുടിക്കാനിരുന്നാലുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാൻ നമുക്ക് പോസിബിലിറ്റീസ് വളരെ അധികമാണ്. സോ ഇറ്റ്സ് ബെറ്റർ ടു കീപ്പ് എ 1 ലിറ്റർ ഓർ 2 ലിറ്റർ വാട്ടർ ബോട്ടിൽ വിത്ത് യു. അത്യാവശ്യം ഒരു വലിയൊരു 2 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലായിരിക്കും നിങ്ങൾക്ക് എന്തായാലും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഫിൽറ്ററിൽ പോയി വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ കയ്യിൽ കരുതിയാൽ യു ക്യാൻ യൂസ് ഇറ്റ്. ഒരു ഡെയിലി ഒരു 2 പ്രാവശ്യമൊക്കെ വെള്ളം നിറച്ച് നമുക്ക് അത്യാവശ്യം ബോഡിക്ക് വേണ്ട വെള്ളം അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഒഴിച്ചു കൂടാൻ പറ്റാണ്ട് എടുത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഒരു വാട്ടർ ബോട്ടിൽ. അത് ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും. കാരണം ഹോസ്റ്റലാണ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് പോലത്തുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. ഹൈജീൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം. പിന്നെ വേനലായാലോ നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ കൗണ്ട് കുറഞ്ഞാലോ നമുക്ക് പല സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ് ആയാലും ഹെയർ റിലേറ്റഡ് ഇഷ്യൂസ് ആയാലും എല്ലാം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു വാട്ടർ ബോട്ടിൽ ഇറ്റ്സ് റിയലി എസെൻഷ്യൽ. നമുക്കൊരു വെള്ളം കുടിക്കുക, നമ്മൾ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ഡെയിലി റുട്ടീനായിട്ട് തന്നെ മാറ്റണം. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ ബോട്ടിൽ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് സംഭവങ്ങൾ യൂസ് ചെയ്യാൻ പെർമിറ്റ് ചെയ്യുന്ന ഹോസ്റ്റലാണെങ്കിൽ ഒരു ഇലക്ട്രോണിക് കെറ്റിൽ കയ്യിൽ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഹോസ്റ്റലിലെ ഫുഡാണ്, ചിലർക്കത് പറ്റുണ്ടാവില്ല. ചിലവർക്കല്ല, ഒട്ടുമിക്ക സ്റ്റുഡൻസിനും ഫസ്റ്റ് ചെല്ലുമ്പം എല്ലാവർക്കും ഓക്കെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു ടേസ്റ്റിലോട്ടാണ് പോകുന്നത്. അത്ര 5 സ്റ്റാർ ഫുഡ് അല്ലെങ്കിലും നമുക്ക് ഫസ്റ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റിലോട്ടാണ് പോകുന്നത്. പിന്നെ പോകെ ദ സെയിം മെനു ഇങ്ങനെ കണ്ടിന്യൂ ആകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ മടുക്കും. അപ്പം മടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കൽ കുറയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ ഒരു ചായ ഇട്ട് കുടിക്കാനോ അറ്റ്ലീസ്റ്റ് ഒരു ചൂടുവെള്ളമെങ്കിലും തിളപ്പിച്ച് കുടിക്കാനോ ഒരു മാഗിയെങ്കിലും നമുക്ക് കെറ്റിലിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പം അതൊക്കെ ചെയ്യാൻ വളരെ നല്ലതാണ് ഒരു കെറ്റിൽ. ഇഫ് യുവർ ഹോസ്റ്റൽ പെർമിറ്റ്സ് ടു യൂസ് എ കെറ്റിൽ. ചില ഹോസ്റ്റലൊന്നും അത് പെർമിറ്റഡ് അല്ല കെറ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു കെറ്റിൽ അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഒരു കെറ്റിൽ കൊണ്ടുപോകുന്നത്. ദെൻ അയൺ ബോക്സ്, ഇതൊക്കെ ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. ഈ സംഭവം എല്ലാം നിങ്ങളുടെ ഹോസ്റ്റൽ മാനേജ്മെൻറ്റ് ഇത് പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കയ്യിൽ കരുതിയാൽ മതി. കാരണം ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള സംഭവമാണ്. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ്, ദെൻ ഒരു ഗ്ലാസ് വേണം, ഒരു ബൗളോ സ്പൂണോ ഫോർക്ക്, അങ്ങനത്തെ ചെറിയ സാധനങ്ങളില്ല അതൊക്കെ വേണം. ഒരു നൈഫ് കയ്യിൽ കരുതിക്കോ, ഒരു കത്തി കയ്യിൽ കരുതിക്കോ, വല്ല ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയാൽ കട്ട് ചെയ്ത് കഴിക്കാമല്ലോ. പിന്നെ നിങ്ങൾ പോകുമ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി സ്നാക്സൊക്കെ കൊണ്ടുപോകും, അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം. എന്നാലാണ് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. എന്നെപ്പോലെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് കേട്ടോ. കേരളത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഐ തിങ്ക് വൺസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ ഒക്കെ വീട്ടിൽ പോകാമെന്ന് തോന്നുന്നു. കുറച്ച് ദൂരെയൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ കയ്യിൽ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് എപ്പോഴും റീസ്റ്റോക്ക് ചെയ്യാൻ ഒരു അവസരം നമുക്ക് അവിടെ ഉണ്ടാവുന്നില്ല. നമുക്ക് മെയിൻ വെക്കേഷൻസിലാണ് നമ്മൾ വീട്ടിൽ പോകുന്നുള്ളൂ. ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ, പെരുന്നാൾ അതേപോലത്തെ ലീവിനാണ് നമ്മൾ വീട്ടിൽ പോകുന്നത്. അപ്പം ഇതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ട്രോളി കേട്ടോ. നിങ്ങൾ ഒരു വലിയൊരു ട്രോളി കൊണ്ട് സാധനം കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചും കൂടെ യൂസ്ഫുൾ ആവുക. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് റൂം ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിന്ന റൂമിലായിരിക്കില്ല നമ്മൾ സെക്കൻഡ് ഇയറിൽ നിൽക്കാം. അപ്പോൾ സാധനം ഷിഫ്റ്റ് ചെയ്യാൻ ഏറ്റവും ഈസിയസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ ട്രോളിയാണ്. ബാക്കിയെല്ലാം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കണം. ഇത്ര വെയിറ്റ് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം നമുക്ക് ഒരു ട്രോളി വളരെ എസെൻഷ്യലാണ്. ചിലപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമ്മൾ നേരെ 3rd ഫ്ലോറിലോട്ടോ അല്ലെങ്കിൽ 4th ഫ്ലോറിലോട്ടോ ഒക്കെ ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റെയർ കേസ് ഫുള്ള് ഇത് തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. അപ്പം ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് എ ട്രോളി. പെൺകുട്ടികളാണെങ്കിൽ ഞാൻ പറയാം, നമുക്ക് വേണ്ട ആവശ്യമുള്ള സംഭവങ്ങൾ, അതായത് ഡ്രസ്സ്. ഇപ്പോൾ കോളേജ് മാനേജ്മെൻറ്റ് പറയുമായിരിക്കും ലൈക്ക് നിങ്ങൾക്ക് കുർത്തി ആൻഡ് നീ ലെങ്ത് ടോപ്സ് അങ്ങനത്തെയൊക്കെയാണ് അലൗഡ് ചെയ്യുന്നുള്ളൂ എന്ന് പറയും. പക്ഷെ അത് മാത്രം കയ്യിൽ കരുതിക്കൊണ്ട് പോകരുത്. നിങ്ങൾക്ക് കോളേജിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് വരും. ഈ ഫങ്ഷനൊക്കെ വരുമ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഡ്രസ്സ് വേണം. അപ്പം കുറച്ച് 2-3 ടോപ്സൊക്കെ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇഫ് യു ആർ വെയറിങ് ജീൻ്റെ കൂടെയുള്ള ടോപ്പോ നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ ജീൻസ് വെയർ ചെയ്യാം. കോളേജിൽ നമുക്ക് ക്ലാസ്സിന് പോകുമ്പോൾ ഉള്ള ഒരു ഡ്രസ് കോഡായിരിക്കും അവർ നമ്മുടെ ഒരു സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ടാവുക. അതായത്
കുർത്തിയൊക്കെ ഇടണം വിത്ത് ഷോൾ, അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം നമ്മൾ അത് തന്നെയല്ല ലൈഫ് ലോങ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് വരിക. അപ്പോൾ ഞാൻ അതൊരു പൊട്ടത്തരം ചെയ്ത ആളാണ്. ഈ ഒരു സർക്കുലർ പറയുന്നത് കണ്ടിട്ട് ഞാൻ അത് മാത്രമാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എന്തിനാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് എൻ്റെ അടുത്തുള്ള കാരണം ഞാനതൊന്നും കൊണ്ടുപോയില്ല. അധികം വെയിറ്റ് ചുമക്കാൻ പറ്റില്ലാത്ത കാരണം. അപ്പോൾ ഇത് കയ്യിൽ കരുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. വേറെ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. എനിക്ക് ആക്ച്വലി പർച്ചേസ് ചെയ്യേണ്ടി വന്നു. അവിടെ ചെന്നിട്ട് എനിക്കൊരു പ്രോഗ്രാം വന്നപ്പോൾ എനിക്ക് ഡ്രസ്സ് ഇടണമെങ്കിൽ എൻ്റെ ഈ ഡ്രസ്സില്ല, എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു കുർത്തിയൊക്കെയാണ്. അത് കോളേജിൽ പോകാൻ വെയർ ചെയ്യാനുള്ള സംഭവമാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പം ഇതെല്ലാം കൊണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഒരു ഹാൻഡ് ബാഗ്, പിന്നെ ഒരു ബാക്ക് പാക്ക്, ഇതൊക്കെ കൊണ്ടുപോകുന്നത് നല്ലതാണ്. നമുക്ക് കോളേജിൽ പോകുമ്പം ഇത് യൂസ് ചെയ്യാം. പിന്നെ കോളേജും മെസ്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഒരു ലഞ്ച് ബോക്സ് കയ്യിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ഫുഡ് ലഞ്ച് കോളേജിൽ കൊണ്ടുപോയി കഴിക്കാൻ പറ്റും. അപ്പോൾ ഒരു ലഞ്ച് ബോക്സ് കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഹെഡേക്ക്, തലവേദന, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ പാരസെറ്റാമോളോ നിങ്ങൾ കഴിക്കുന്ന മെഡിക്കേഷൻസ് എന്തൊക്കെയാണോ അത് കഴിക്കുക. ഇപ്പോൾ പീരിയഡ്സ് ആവുകയാണെങ്കിൽ ഹോട്ട് ബാഗ് യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഹോട്ട് ബാഗ്സ് കയ്യിൽ കരുതുക. ദെൻ തലവേദനയ്ക്കുള്ള ടാബ്ലറ്റ്സ് കയ്യിൽ കരുതുക. എന്തെങ്കിലും വേദനകൾക്കുള്ള ടാബ്ലറ്റ്സ് ഉണ്ടല്ലോ, പെയിൻ കില്ലേഴ്സ് എന്തെങ്കിലും കരുതുക. വിക്സ്, ഇപ്പം മെഫ്താല്, അതേപോലത്തെ കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. ഡ്യൂറിങ് ദ ഫസ്റ്റ് സ്റ്റേജ് നമ്മളൊരു 1 മന്ത് ചിലപ്പം ഹോസ്റ്റലിൽ നിന്ന് ഔട്ടിങ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇത്ര സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഒരു ചെറിയ ലോക്കർ, ഒരു ലോക്കർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, ആ സംഭവം എല്ലാം സൂക്ഷിക്കാൻ ഒരു ലോക്കർ നല്ലതാണ്. നമുക്കൊരു അലമാര കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും അതിൽ നിന്ന് നമുക്ക് ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പോകാം. നമുക്ക് ചുറ്റുമുള്ള ആരെയും നമുക്ക് വിശ്വസിച്ച് കൂടാ. കാരണം ആരൊക്കെയാണ് നല്ലത്, ആരൊക്കെയാണ് ഫേക്കായിട്ട് നിൽക്കുന്നത്, ഇതൊന്നും നമുക്ക് അറിയത്തില്ല ഡ്യൂറിങ് ദ ഫസ്റ്റ് സ്റ്റേജ്. അപ്പം ആരെയും നമുക്ക് വിശ്വസിച്ചുകൂടാ. ഇവളെൻ്റെ ഫ്രണ്ടാണ്, സോ എനിക്ക് ഇവളെ ഭയങ്കര ട്രസ്റ്റാണ് എന്നൊന്നും ചെയ്തുകൂടാ. കാരണം നമ്മളിപ്പോൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ, നമ്മൾ എൻവറോൺമെൻറ്റായിട്ടൊന്ന് പരിചയമാവുന്നതേ ഉള്ളൂ. അപ്പം തന്നെ എല്ലാവരും ചാടിക്കയറി വിശ്വസിക്കാൻ നിൽക്കരുത്. എങ്ങനെയുള്ള കുട്ടികളാ എന്നുള്ളത് നമുക്കറിയത്തില്ല. ഹോസ്റ്റലിൽ വരുന്ന കുട്ടികളാണ് പല വീട്ടിൽ നിന്നും, പല കൾച്ചറിൽ നിന്നും, പല കസ്റ്റംസിൽ നിന്നും ഒക്കെ വരുന്ന കുട്ടികളാണ്. അപ്പം ഇവരുടെ ഒക്കെ എന്താണ് ഇവരുടെ വ്യൂ പോയിന്റ്, ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സാധനങ്ങൾ ആ കുട്ടികൾക്ക് വളച്ചൊടിച്ച് വേറെ രീതിയിലോട്ടൊക്കെ ആക്കാം. അപ്പം ഇറ്റ്സ് ബെറ്റർ ദാറ്റ് കീപ്പ് എ ഡിസ്റ്റൻസ് ഫ്രം ദം. എന്ന് വെച്ചാൽ മൊത്തം ഡിസ്റ്റൻസ് ആയിട്ട് ലോൺലെസ് ആയിട്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ ഞാൻ പറയുന്നില്ല. നമ്മളൊരു കമ്പനി ഉണ്ടാവണം ഫ്രണ്ട്സായിട്ട്. പക്ഷേ ഒരു ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ഓവർ ഷെയറിങ്ങോ അതൊന്നും പാടില്ല. നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. എങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളെ ചുറ്റുമെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ചെറിയ പ്രായത്തിലാണ് പോകുന്നത്. ഒരു 18 വയസ്സോ 17 വയസ്സോ ഉള്ള ഒരു കുട്ടി ഹോസ്റ്റലിൽ എത്തുമ്പം, അതായത് ഇപ്പോൾ +2 കഴിഞ്ഞ് പോകുന്ന കുട്ടിക്ക് അത് അത്രയുള്ള വിവരം ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇയറിലോട്ട് ചിന്തിക്കുമ്പം എത്ര പൊട്ടിയായിരുന്നു എന്ന് വരെ ഞാൻ ചിന്തിച്ച് പോയിട്ടുണ്ട്. ചില സിറ്റുവേഷൻസിൽ ഭയങ്കര കൂളായിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ടെൻസ്ഡായിട്ട് എന്തിനാ ടെൻഷൻ അടിച്ചത് എന്ന് തോന്നിപ്പോവുമല്ലോ. അങ്ങനത്തെ ഒരു സ്റ്റേജൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം കൂടെയുള്ള ആൾക്കാരെ വിശ്വസിച്ച് കൊണ്ട് മാത്രം നിൽക്കരുത്. അപ്പം നിങ്ങളുടെ സാധനങ്ങൾ ലോക്കറിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു സൂചിയും നൂലും, ചെറുതായിട്ടൊന്ന് തുന്നിപ്പോയാൽ തുന്നൽ വിട്ടാൽ തീരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സൂചിയും നൂലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നേരത്തെ എഴുന്നേൽക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു അലാം ക്ലോക്കോ, ഇപ്പോൾ ഫോണുണ്ട് കയ്യിൽ, അപ്പം അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഫോണൊന്നും ചില ഹോസ്റ്റലിൽ 10 മണിയാകുമ്പോൾ ഫോൺ മേടിച്ച് വെക്കും, എന്നിട്ട് പിന്നെ രാവിലെയാണ് തരുള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു അലാം ക്ലോക്ക് കയ്യിൽ കരുതുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ക്ലിപ്പ് ബോർഡ് ഉണ്ടല്ലോ, നമ്മുടെ കാർഡ് ബോർഡ് നമ്മൾ എക്സാം ടൈമിലൊക്കെ യൂസ് ചെയ്യുന്നത്, അപ്പം അത് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലതാണ്. എക്സാം ടൈമിലോ അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ നേരത്തൊന്ന് ഇരുന്ന് എഴുതാനോ ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും ഒരു ക്ലിപ്പ് ബോർഡ് കയ്യിൽ കരുതുന്നത്. ഇത്രയൊക്കെയാണ് നമുക്കൊരു ഹോസ്റ്റലിൽ പോയാൽ ആവശ്യമുള്ള സംഭവം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മെയിൻ എസെൻഷ്യൽ തിങ്സ് ആയിട്ടുള്ള നെയിൽ കട്ട്, ഷാംപൂ, ബ്രഷ്, പേസ്റ്റ്, ഇങ്ങനത്തെയുള്ള ടോയ്ലറ്ററീസ്, അതേപോലത്തെ കാര്യമൊക്കെ നമ്മൾ കൊണ്ടുപോകും. അപ്പം ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ ഹോസ്റ്റലിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്. കാരണം നമ്മളിത് വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇത്ര ഉപയോഗിക്കുമ്പോൾ നമുക്കതിൻ്റെ ആവശ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എനിക്കിപ്പോൾ ഒരു അസൈൻമെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ രാത്രി ഒരു 9 മണിയാകുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഈ സാധനം വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പോയി എനിക്കത് വാങ്ങിക്കൊണ്ട് തരും.
പക്ഷേ ഇനിയുള്ള ലൈഫ് അങ്ങനെയല്ല. കാരണം ഒരു രാത്രിയൊക്കെ ആയി കഴിയുമ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിൽ 6 മണി വരെയാണ് ഔട്ടിങ് പെർമിറ്റഡ് ഉള്ളൂ. അപ്പം അതിനുശേഷം എന്തെങ്കിലും സാധനം നമുക്ക് പെട്ടെന്ന് മറന്നുപോയിട്ട് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക് ടു ഗോ ഔട്ട് ആൻഡ് ഗെറ്റ് സം തിങ്സ്. അപ്പം ഇതെല്ലാം നമ്മൾ കയ്യിൽ കരുതണം. നമ്മൾ അടുത്തുള്ള റൂംമേറ്റ്സായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത്രയൊക്കെ സാധനം നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അല്ലാണ്ട് നമുക്ക് ഇന്നറിയാവുന്ന ആൾക്കാർ നാളെ ചെന്ന് പെട്ടെന്ന് എനിക്ക് ആ സാധനം വേണമെന്ന് പറഞ്ഞാൽ നോബഡി വിൽ ഗീവ് യു. ചിലപ്പോൾ തന്നാലും അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു തോന്നലുണ്ടാവും, ഈ കുട്ടി എന്തെങ്കിലും കൊണ്ടുവന്നില്ലേ എന്നൊരു ഫീലിംഗ് അടിക്കും. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവങ്ങളെല്ലാം കയ്യിൽ കരുതുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് നമ്മുടെ സ്വന്തം സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ നല്ലത്. കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് ആവും, കുറച്ചും കൂടെ വൈബാവും സംഭവങ്ങളെല്ലാം. അപ്പം നമുക്ക് ചോദിക്കാൻ നമുക്ക് മടിയൊന്നും തോന്നില്ല. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടൊക്കെ യൂസ് ചെയ്യാം. അല്ലാതെ ഫസ്റ്റ് സ്റ്റേജിൽ ഇതൊക്കെ കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഒറ്റയ്ക്കേ ഉള്ളൂ എന്നോർത്ത് ആരും പേടിക്കണ്ട. ഞാനും ഒറ്റയ്ക്കാണ് ഹോസ്റ്റലിൽ പോയത്. എനിക്കിപ്പോൾ ഒരു ബഞ്ച് ഓഫ് നല്ല ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഇതൊന്നും ആരും വറീഡ് ആവണ്ട കേട്ടോ. പിന്നെ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ പ്രത്യേകം വേണ്ടിയാണ് ഹെയർ നെറ്റ് കേട്ടോ. ഒരു ഹെയർ നെറ്റ് കൂടി കയ്യിൽ കരുതിക്കോ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്കുള്ളതെന്നോർത്ത് ആരും ടെൻഷൻ ആവണ്ട. എൻ്റെ കൂടെ ഇപ്പോൾ കുറേ ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, നല്ല നല്ല കൂട്ടുകാരുണ്ട് കൂടെ. അപ്പോൾ നിങ്ങൾക്കും കിട്ടും നല്ല നല്ല ഫ്രണ്ട്സ്. വൈസായിട്ട് ഓരോ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യാം. എല്ലാവരും പറയുന്ന ക്ലീഷേ സംഭവമാണെന്നാണ് ഞാനും ഇവിടെ നിന്ന് വിചാരിച്ചിട്ട് പോയത്. പക്ഷേ അല്ല, ഹോസ്റ്റലാണ്, പല പല ആൾക്കാരുണ്ട്, പല പല സ്വഭാവമുള്ള ആൾക്കാരുണ്ട്, പല പല വീട്ടിൽ നിന്നും പല പല രീതികളിൽ നിന്നും. നമ്മൾ ചെയ്യുന്ന ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്ന റൂമൊക്കെ ആണെങ്കിൽ അതൊക്കെ സഹിച്ച് നിൽക്കുക. കൂടുതലൊന്നും ഷൗട്ട് ചെയ്ത് പ്രശ്നങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കുക. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. കൂടുതൽ വഴക്കുകളിലോട്ടൊന്നും പോകണ്ട. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് അല്ല വാർഡൻ ഐ നീഡ് ടു ചേഞ്ച് ദ റൂം. അവിടെ തീർന്നു. നമുക്കൊരു റൂം ചേഞ്ച് ചെയ്ത് നമുക്ക് പുതിയൊരു ഫ്രണ്ട്സൊക്കെ ആയി നമുക്ക് അവിടെ ഹാപ്പി ആയിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതൊന്നും ആരും ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് സേഫായിട്ട് നിങ്ങൾ പോവുക, പഠിച്ചിട്ട് വരിക, നല്ലൊരു ഫ്രണ്ട്സിൻ്റെ ക്രിയേറ്റ് ചെയ്യുക. ഈ ഫ്രണ്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് ലൈഫ് ലോങ് ഉണ്ടാവാൻ വേണ്ടി പോകുന്ന ഒരു കോളേജ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ, കോളേജ് ലൈഫ്. അപ്പോൾ ഒരു നല്ല ഫ്രണ്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്യുക, നല്ല ഹാപ്പി വൈബ് ജോളിയായിട്ടിരിക്കുക. അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും പോയി നന്നായി പഠിച്ചിട്ട് പോവാം മക്കളെ. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പം സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ അതിന് പറയാൻ മറന്നുപോയി, സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.